എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവദർശിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സിലബസ് ബയോളജി ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരു കാർഡ് വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. ആ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പാർട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പം വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സെൻസ് എന്താണെന്ന് പറഞ്ഞു. സെൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസും ആണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നീട് എന്താണ് പറഞ്ഞത്? സ്റ്റിമുലസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റിമുലസിനെ കുറിച്ചും അത് റിസീവ് ചെയ്യുന്ന സെൽസിനെ കുറിച്ചും ഒക്കെയാണ് പിന്നീട് പറഞ്ഞത്. പിന്നീട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക്കൽ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെർവ് സെൽസ് ആണ്, അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ന്യൂറോണിൻ്റെ സെൽ എടുക്കുകയും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതേപോലെ അതിൻ്റെ എല്ലാം ഫങ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് മൈലിൻ ഷീത്തിനെ കുറിച്ചാണ്. മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കി, അതേപോലെ വൈറ്റ് മാറ്റർ എന്താണെന്ന് നോക്കി, ഗ്രേ മാറ്റർ എന്താണെന്നും നോക്കിയിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് നെർവ്സിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ഈ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് 12 പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ സ്പൈനൽ നെർവ്സ് 31 പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ക്രേനിയൽ നെർവ്സ് എന്താണെന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട്, ഹെഡ് റീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിനെ മറ്റു ഭാഗങ്ങളുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിനെ മറ്റു ഭാഗങ്ങളുമായി, അതായത് മറ്റു ശരീരഭാഗങ്ങളുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്രെയിനിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ്, ബ്രെയിൻ. ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു കവറിങ് ആണ് സ്കൾ എന്ന് പറയുന്നത്. അതായത് സ്കള്ളിനുള്ളിലാണ് ഈ ബ്രെയിൻ കാണപ്പെടുന്നത്. അതുകൂടാതെ ബ്രെയിനിനെ കവർ ചെയ്ത് ഒരു 3 ലെയർഡ് മെംബ്രെയിൻ പ്രസൻ്റ് ആണ്, അതായത് മെനിഞ്ചസ്. ഈ മെനിഞ്ചസ് എന്ന് പറയുന്നൊരു 3 ലെയർഡ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മെനിഞ്ചസിൻ്റെ മെംബ്രെയിൻസിൻ്റെ ഇടയിലും അതേപോലെ തന്നെ ബ്രെയിനിലെ വെൻട്രിക്കിൾസിലും ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതെ, നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. ഈ ബ്ലഡിൽ നിന്നും ഫോം ചെയ്ത സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡിലെ ന്യൂട്രിയൻസിനെയും അതുപോലെ ഓക്സിജനെയും ബ്രെയിനിന്റെ ടിഷ്യൂസിലേക്ക് എത്തിക്കുന്നത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ബ്രെയിൻ ടിഷ്യൂസ്. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് ഇറ്റ് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. അതായത് ബ്രെയിനകത്ത് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. അതായത് മേജറായിട്ടുള്ള ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഇനി ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പം ബ്രെയിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ബോഡിയിലെ എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ബ്രെയിനാണ്. ഇനി ബ്രെയിനിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ്, സെറിബ്രം. ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഇനി ഈ സെറിബ്രത്തിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിറയെ ചുളിവുകളും അതേപോലെ മടക്കുകളും കാണപ്പെടാറുണ്ട്.
അതെന്താണ് അങ്ങനെ കാണുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ചുളിവുകളും മടക്കുകളും കൂടുതലായുള്ളത് കൊണ്ട് അവിടെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ന്യൂറോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ സെറിബ്രത്തിൻ്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ഗ്രേയും അതേപോലെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് വൈറ്റും ആയിരിക്കും. ഈ ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഔട്ടർ പോർഷനെ പറയുന്നത് കോർട്ടെക്സ് എന്നും അതേപോലെ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഇന്നർ പോർഷനെ പറയുന്നത് മെഡുല എന്നുമാണ്. ദാറ്റ് ഈസ് ദ ഗ്രേ കളേർഡ് ഔട്ടർ പോർഷൻ ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പോർഷൻ ഈസ് കോൾഡ് മെഡുല. ഈ സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിലെ പല കാര്യങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഈ സെറിബ്രമാണ്. അതായത് സെൻറ്റർ ഓഫ് തോട്ട്, നമ്മുടെ ചിന്ത, അതേപോലെ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധി, പിന്നെന്താ മെമ്മറി, നമ്മുടെ ഓർമ്മകൾ, പിന്നെന്താ ഇമാജിനേഷൻസ്, ഭാവന എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ഈ സെറിബ്രമാണ്. അതുകൂടാതെ തന്നെ ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ്, പിന്നെ ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്. അതായത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. ഇപ്പം നമ്മൾ ഈ കൈ അനക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് സെറിബെല്ലം. ഈ സെറിബെല്ലം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ഈ സെറിബെല്ലത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെറിബ്രത്തിൻ്റെ പുറകിലായിട്ട് 2 ഫ്ലാപ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. ഈ സെറിബെല്ലത്തിൻ്റെ ഒരു പിക്ചറൈസേഷൻ നോക്കുകയാണെങ്കിൽ സെറിബ്രത്തിൽ കണ്ടതുപോലെയുള്ള ചുളിവുകളും മടക്കുകളും ഈ സെറിബെല്ലത്തിലും കാണാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് കോർഡിനേറ്റ്സ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇനി നെക്സ്റ്റ് പാർട്ടാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് ദ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലോങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ടു ദ സെറിബെല്ലം. ഈ മെഡുല ഒബ്ലോങ്കേറ്റെ ബ്രെയിനിൻ്റെ സ്റ്റെം എന്നും പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. അതായത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കാത്ത കാര്യങ്ങളെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ഫോർ എക്സാമ്പിൾ റെസ്പിറേഷൻ, അതേപോലെ ഹാർട്ട് ബീറ്റ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് പുറകിലേക്കുന്ന ഒരു ക്ഷതം മൂലം മരണം സംഭവിച്ചു നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഈ മെഡുല ഒബ്ലോങ്കേറ്റ് കേൾക്കുന്ന ക്ഷതം കൊണ്ട് ഈ ഇൻവോളണ്ടറി ആക്ഷൻസ് എല്ലാം തടസ്സപ്പെടും. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് തലാമസ്. ഈ തലാമസ് എന്ന പാർട്ട് സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. റിലേ സ്റ്റേഷൻ ഓഫ് ദി ഇമ്പൾസസ് എന്നാണ് തലാമസിനെ അറിയപ്പെടുന്നത്. അതായത് സെറിബ്രത്തിലേക്ക് വരുന്ന ഇമ്പൾസുകളെയും അതേപോലെ സെറിബ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇമ്പൾസുകളുടെയും ഒരു റിലേ സ്റ്റേഷൻ എന്നാണ് തലാമസിനെ അറിയപ്പെടുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഇമ്പൾസുകൾ വരാറുണ്ട് അല്ലേ? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നത് ഈ തലാമസ് ആണ്. ഇനി നെക്സ്റ്റ് പാർട്ട്, അതായത് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അണ്ടർ, അതായത് അടിയിൽ. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ പൊസിഷൻ, ഹൈപ്പോ തലാമസ്. തലാമസിൻ്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു മേജർ റോൾ വഹിക്കുന്നത് ഈ ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എല്ലാം നീക്കം ചെയ്തിട്ട് ശരീരത്തിനുള്ളിലെ ഇക്വിലിബ്രിയം, അതായത് ഇൻറ്റേർണൽ ഇക്വിലിബ്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് മേജർ റോൾ വഹിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ബ്രെയിനിലെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത്. ആ പാർട്ടുകൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ, അതായത് ഈ വീഡിയോയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പാർട്ടായ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. ഇനി അതിലെ തന്നെ പാർട്ടായ സ്പൈനൽ കോഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ്, സ്പൈനൽ കോഡ്. ഈ മെഡുല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്.
നമ്മൾ ബ്രെയിനിൻ്റെ കേസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ബ്രെയിൻ കാണപ്പെടുന്നത് സ്കള്ളിനുള്ളിലാണ് എന്ന്. അതേപോലെ തന്നെ ഈ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ബ്രെയിൻ എടുത്തപ്പോൾ കണ്ടായിരുന്നു ബ്രെയിനിനെ കവർ ചെയ്തൊരു 3 ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്, അതായത് മെനിഞ്ചസ് എന്ന മെംബ്രെയിൻ ഉണ്ടെന്ന്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും ഉണ്ട്. സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് മെനിഞ്ചസ് കാണപ്പെടാറുണ്ട്. ഇനി സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രലായിട്ടൊരു ക്യാവിറ്റി കാണാൻ സാധിക്കും അല്ലേ? ആ ക്യാവിറ്റി പറയുന്ന പേരാണ് സെൻട്രൽ ക്യാവിറ്റി എന്ന്. ഈ സെൻട്രൽ ക്യാവിറ്റിയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കാണപ്പെടാറുണ്ട്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫോർമേഷനും അതേപോലെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററും അതേപോലെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് ഗ്രേ മാറ്ററും ആയിരിക്കും. നമ്മൾ ക്രേനിയൽ നെർവ്സിനെയും അതേപോലെ സ്പൈനൽ നെർവ്സിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അത് പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഈ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് 31 പെയർസ് ആണുള്ളത്. എന്താണ് സ്പൈനൽ നെർവ്സ്? സ്പൈനൽ കോഡിനെ മറ്റ് ബോഡി പാർട്ടുകളുമായി കണക്ട് ചെയ്യുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഈ സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അതെ, ഡോർസൽ റൂട്ട് വഴിയും വെൻട്രൽ റൂട്ട് വഴിയുമാണ്. അപ്പോൾ ഈ ഡോർസൽ റൂട്ടിൻ്റെയും വെൻട്രൽ റൂട്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസുകൾ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഈ ഡോർസൽ റൂട്ട് വഴിയാണ്. അതേപോലെ സ്പൈനൽ കോഡിലുള്ള ഇമ്പൾസുകൾ ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഈ വെൻട്രൽ റൂട്ട് വഴിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് വെൻട്രൽ റൂട്ടിൻ്റെയും ഡോർസൽ റൂട്ടിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബോഡിയുടെ പല ഭാഗത്തു നിന്ന് ഇമ്പൾസുകൾ ബ്രെയിനിലേക്ക് എത്താറുണ്ട്. ബ്രെയിനിലുള്ള ഇമ്പൾസുകൾ ബോഡിയുടെ പല ഭാഗത്തേക്കും പോകാറുണ്ട്. ഇതെല്ലാം വരുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. അതായത് ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസുകൾ ബ്രെയിനിലേക്ക് എത്തുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. അതേപോലെ ബ്രെയിനിലുള്ള ഇമ്പൾസുകൾ ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്നതും സ്പൈനൽ കോഡ് വഴിയാണ്. ഇനി ഈ സ്പൈനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ്, അതായത് വാക്കിംഗ്, റണ്ണിങ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഓടുമ്പോൾ എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ? അതായത് നമ്മൾ തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ സ്പൈനൽ കോഡാണ്. ഇനി സ്പൈനൽ കോഡിനെ കുറിച്ചുള്ള ഒരു അഡീഷണൽ നോളജ് ഒന്ന് നോക്കാം. ഈ ന്യൂ ബോൺ ബേബീസിൽ സ്പൈനൽ കോഡിനും വെർട്ടിബ്രൽ കോളത്തിനും ഒരേ ലെങ്ത് ആയിരിക്കും. ബട്ട് അഡൾട്ടിലാണ് എങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ മിഡിൽ വരെ സ്പൈനൽ കോഡ് ഉണ്ടാവുകയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ഗ്രോത്ത് പ്രൊപ്പോർഷനിൽ ഈ സ്പൈനൽ കോഡ് ഗ്രോ ചെയ്യില്ല. അതുകൊണ്ടാണ് അഡൾട്ടിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ മിഡിൽ വരെ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ബ്രെയിനിനെ കുറിച്ചും സ്പൈനൽ കോഡിനെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക. ഇതിൻ്റെ ഒരു ഭാഗവും കൂടി ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ആ ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.